മക്കളൊക്കെ കേക്ക് വേണമെന്ന് പറയുന്ന സമയത്ത് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് തണുപ്പില്ലാത്ത പാല് വേണം കേട്ടോ എടുക്കാൻ, റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. പിന്നെ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും തണുപ്പ് പോയതിന് ശേഷം എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ വിസ്ക് വെച്ചിട്ട് തന്നെ ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പഞ്ചസാര നമ്മൾ പൊടിക്കാതെ ചേർത്ത് കൊടുത്തത് കാരണം കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ അങ്ങ് കംപ്ലീറ്റ് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വരും. ഇനി നമ്മളിതാ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇനി നിങ്ങളെ കയ്യിൽ ലൈറ്റ് കളറിലുള്ള കൊക്കോ പൗഡർ ആണെന്നുണ്ടെങ്കിൽ, കേക്കിന് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1/2 കപ്പ് മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് പകരം 1 ടേബിൾ സ്പൂണും കൂടെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മൊത്തം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഒരു 2 നുള്ളൊക്കെ മതി ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഈ ഒരു അരിപ്പയിലിട്ടിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിത് മുട്ടയൊന്നും ചേർക്കാത്ത കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മുട്ട താഴ്ന്നു പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു സൈഡിലേക്ക് ആയിട്ടുള്ള നമ്മൾ ഈ ഒരു ബൗളിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കയറി വന്നിട്ടുള്ള ഈ ഒരു മാവൊക്കെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഒന്നങ്ങ് വടിച്ചിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് മൈക്രോവേവിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. മൈക്രോവേവിൽ വെക്കുന്ന ഒരു ബാറ്റർ ആണ് കേട്ടോ ഇത്, ആ ഒരു കേക്കാണ്. അപ്പോൾ മൈക്രോവേവിൽ ഓണാക്കിയിട്ട് ഒരു 3 മിനിറ്റ് വെച്ചാൽ മതി മൈക്രോവേവിൽ. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ട് കിട്ടി. അപ്പോൾ നന്നായിട്ട് കുക്കായി നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്കിത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയാക്കാനും കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് സോസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോക്ലേറ്റും പ്രീമിയം ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ചോക്ലേറ്റ് ആയാലും മതി. അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി ഒന്നങ്ങ് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്